ഇന്ന് മൾബറിയുടെ ഇല കൊണ്ട് തോരൻ വെക്കാവേ. ഞാൻ ആദ്യമായിട്ട് വെക്കണേ. നമ്മുടെ നെയ്ബർ പറഞ്ഞു, അവർ തന്നതാണ് കേട്ടോ ഈ ഇല മൾബറിയുടെ, അവർക്കുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നല്ലതാണ് വെക്കാനായിട്ടെന്ന് പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഞാൻ അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുക്കാവേ. ഇപ്പോൾ മൾബറിയുടെ ഇല നമ്മൾ ചീര അരിയണ പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തോരൻ വെക്കാവേ. അപ്പം നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കണ പോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെക്കണത്. അപ്പം അരിഞ്ഞ് വെച്ച ഇല എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഇത് ചീരേനേലൊന്ന് വേവ് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഇത്തിരി അല്ല, നല്ല വേവുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഇളക്കിയിട്ടതാണ്. ഇനി ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ മൾബറിയുടെ ഇല തോരൻ വെച്ചതാണ്. നല്ല വേവുണ്ട് കേട്ടോ. ഇനി പിന്നെ ഒരു ഇതുണ്ടായത്, ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞതേ. അപ്പോൾ അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം. തീരെ കനം കുറച്ച് അരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി നേരത്തെ വേവുമായിരുന്നിരിക്കണം. ഇതിപ്പോൾ അത്ര കനം കുറച്ചല്ല ഞാൻ അരിഞ്ഞു. അപ്പം അതുകൊണ്ട് വേവാൻ ഇച്ചിരി സമയം എടുത്തു. അങ്ങനെ